മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണം പറയാം. അപ്പൊ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. സാറിന് ഫുഡ് ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ക്രാക്ക് ആക്കും. സാറേ ഞാൻ ചാക്കോച്ചേട്ടന്റെ മോൻ കറക്റ്റ് ടീച്ചറിന്റെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? സിനിമകൾ പൂർത്തിയാക്കുന്ന നിമിഷം സിബി സാറാണ് ആദരിക്കുന്ന മൊമെന്റോ നൽകിയാണ് ആദരിക്കുന്നത്. സിബി സാറിന് അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം അപ്പച്ചനും അമ്മച്ചിയും ഒന്ന് മുന്നോട്ട് വരണം. ഈ ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, റീൽസൊന്നും. അപ്പോ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു. മോനിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസംഗവും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. പൊന്നാനിയിൽ വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന്റെ മോണാക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണന്റെ മോണാക്ട് കിട്ടുകയാണെങ്കിലേ മത്സരിക്കുള്ളൂ. മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണന്റെ മോണാക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉണ്ണികൃഷ്ണൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്ട് പഠിപ്പിച്ച്, ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പോകുന്നത്. അവസാനം മലയാളത്തിൽ എന്നെ വന്ന് ചേർന്നു 9ാം ക്ലാസ്സിൽ. അപ്പൊ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നീട് മോണാക്ട്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ച ഉണ്ണികൃഷ്ണനായിട്ടാണ്. നാടകവും. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെ, കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻചേട്ടനെ നമ്മൾ ആദരിക്കും. എല്ലാവരും ചേർന്നേക്ക്. ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടുത്തെ 2 മലയാളത്തിന്റെ പ്രിയ സംവിധായകർ 2 പേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം ഇനി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് നമ്മുടെ ഈ സിനിമയുടെ തന്നെ 2 പ്രൊഡ്യൂസേഴ്സ് ആയ നസീം സാറിനെയും അതുപോലെ തന്നെ ഷെല്ലി സാറിനെ ക്ഷണിക്കുന്നു. അവർ 2 പേരും ചേർന്ന് പൊന്നാട അണിയിച്ചുകൂടി ക്രിസ്ത്യനോട് ചേർന്ന് ആദരിക്കുന്നു. ഇനിയാണ് നമ്മുടെ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. അതൊന്നും മിണ്ടിത് മിണ്ടലല്ല. എല്ലാം പറയാനുള്ളതൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞു. +2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പൊ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട്, മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോണാക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് പൊട്ടിച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്ന. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സെബൂർ ആന്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാന് ചാക്കോച്ചാന്റെയും മരിയ ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പൊ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാ. ഞാൻ മോണാക്ടിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാൻ. ഈ സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ. അങ്ങനെ പറഞ്ഞു, നമ്പർ എന്തെങ്കിലും തന്നാ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പൊ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ സെബുറാൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയണം.
പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെയാണ്, സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടന്റെ അല്ലെങ്കിൽ അക്കുചേട്ടന്റെ, ദിലീപേട്ടന്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിന്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എന്റെ ചെറുപ്പത്തിൽ അവിടെ വീടിന്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുവാന്ന്. അപ്പൊ ഞാൻ പപ്പച്ചിയും ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. പപ്പിലു ആണെങ്കിൽ ഡാഡിയും മമ്മിയും, അങ്ങനെയാണ് പിള്ളേര് വിളിക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ക്രാക്ക് ജാക്ക്. അപ്പൊ മനസ്സിലായില്ലേ വെറുതെ പറഞ്ഞ. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞിരുന്നേ? അതല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രമേ 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാ രസാഗു ഉസാഗു എന്നൊക്കെ കൊണ്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ല. അപ്പൊ മലയാളം അറിയില്ലെന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടന്റെയും മലി ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലില് ആണികുത്തി തുരുമ്പ് കയറി അത് പോയ്സണായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ് പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. 2 പേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചാൻസ് വാങ്ങി തരണമെന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാവണൻ റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതൽ ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതല് എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നതെന്ന് മനസ്സിലായി. അഴകിയ രാവണൻ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനേട്ടന്റെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളില് അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടന്നത് കാവ്യയുടെ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസും കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്ത് സാറും സുഭാവിക്കും ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു, നീ പറയാനുള്ള പറയാ, പെട്ടെന്ന് എന്താ പറയാ, ഓട്ടോഗ്രാഫ്. അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ, പേര് മാറ്റി. സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മീനോട്, മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, നിനക്ക് അഭിനയിക്കണം, നീ പറഞ്ഞു. സാറ് പേരിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. സാറ് എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതിപ്പോ പരിപാടി സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അത് കേൾക്കാണ് ഞാൻ പിന്നെ +2 കാണാൻ പോയത്. സെബ്രലിയുടെ ഫോൺ നമ്പർ വാങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു.
അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മിനോട് പറഞ്ഞു, സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ടു ഇത്. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് കിടക്കും, ദിലീപേന്റെയും വീരദാസിന്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോ എനിക്ക് പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണുന്നത്. എന്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് കഴിക്കണ പോലെ ഓണാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാരും ലൈറ്റും ബഹളവും എന്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്. ഞാൻ സാറിനെ നോക്കി പറഞ്ഞ സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും, ഒരു കൂട്ടം ആൾക്കാർ എന്താന്ന് വ്യക്തമല്ല. അപ്പൊ ഞാൻ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഹൈറ്റ് ഓർഗനൈസർ എന്റെ ഉള്ളിൽ കയറി പറ്റി നോക്കുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ സുഖമായിട്ടാണ് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഈ ഇടയിൽ ഇങ്ങനെ സാറേ ഞാൻ ചാക്കോച്ചാട്ടിന്റെ മോൻ കറക്റ്റ് ടീച്ചറിന്റെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷയില്ലേ, കാരണം പപ്പലുവിന് പരീക്ഷ എന്നുള്ളതല്ല അറിയാം. പ്ലസ് ടുവിന്റെ പോയി പരീക്ഷ എഴുതിട്ട് വാങ്ങുന്നു പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മിയെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്. കാരണം അടുത്ത പടമാവണ്ടേ, അടുത്ത പടമാകുമ്പോൾ വന്നാണ് പറഞ്ഞത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുള്ളൂ. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി പാടും. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവും. പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ. അപ്പൊ തന്നെ മമ്മീനെ എടുത്തു പറഞ്ഞു, മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറില് രണ്ട് ഡ്രസ്സും ജോഡി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോ സിദ്ധും ജിഷ്ണുവാണെന്ന് അഭിനയിക്കുന്നത്. അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ് പ്ലസ് ടു കഴിഞ്ഞ് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും. അപ്പൊ ഞാൻ എനിക്ക് പിള്ളേരൊക്കെ വെക്കേഷൻ ആയിട്ട് എന്തപ്പോ പഠിക്കാൻ പോകുന്നതായിരിക്കും ഇത്രയധികം ആൾക്കാർ. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പൊ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും സുഖമായിട്ടുണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്ക് റേഞ്ചിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെയുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളത്. അപ്പൊ മനോഹരമായിട്ടല്ല നമ്മുടെ ട്രെയിനിലെ മനോഹരമായിട്ട് കുട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകളുടെ. അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ 2-3 ടേക്ക് കഴിഞ്ഞപ്പോ മനോഹരമായിട്ടും എല്ലാം കുട വെച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ സാറ് ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡിയാണ്. അങ്ങനെ ടേക്ക് ഓക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് തുടങ്ങി. അപ്പൊ തന്നെ സാർ പാക്കപ്പും വിളിച്ചു. കാറിൽ കയറുമ്പോ ഞാൻ സാറേ ഞാൻ ചാക്കോച്ചാട്ടെ ടീച്ചറിന്റെ മോൻ പൊന്നായിട്ടുള്ള നീ എന്താ ഇവിടെ? അല്ല സാറ് അടുത്ത പടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു. ഞാനാണ് കുടയൊക്കെ പിടിച്ചത്. അല്ല സാറേ എന്താമേലും എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടിയത് ഷെഫീസായിട്ട് പറഞ്ഞു. ഷെഫീസായിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല, സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് മാനേജറായിട്ട്, പിന്നെ കൺട്രോളറായി, പ്രൊഡ്യൂസറായി. ഷെഫീസായിട്ടാണ് ഞാൻ ആഷിഖിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ടൊന്ന് കണ്ടു നോക്കാം. അത്രയും കാലം ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നു. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് എന്താമേ. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാറിനെ എന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിബി സാറിനെ പോയി കണ്ട് അതിന്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞു സിബി സാറും റസാഖിയും ഫ്ലാറ്റിലുണ്ട്, ഫ്ലാറ്റിൽ പോയി കാണണം. അപ്പൊ ഡാഡി പറഞ്ഞു ഫ്ലാറ്റില്ല, കാരണം ഫ്ലാറ്റിനാണല്ലോ പിടിച്ചോണ്ടാവും. അത് ഞാൻ പറഞ്ഞു ഫ്ലാറ്റിനാണ്. ഡാഡി കുറച്ച് പേടിച്ചു. പിന്നെ റസാഖി ഉണ്ടായിരുന്നു. സിബി സാറും റസാഖിയും എന്റെ ഇടവും മൂലം ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത്. റസാഖിനെ അറിയാലോ, ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക. എന്റെ അടുത്ത് പറയുകയാണ് നീ വിഷമിക്കുന്നുണ്ട്, കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കുട ചൂടിയാണെന്നിട്ട് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടക്കുന്നതനുസരിച്ച് ഉണ്ടാവുന്ന ഈ വഴികളൊക്കെ, എല്ലാവരും അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഇല്ല ഈ ലോകത്ത്. ഈ 2
വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും നമ്മൾ. ഈ രണ്ട് പ്രയോഗങ്ങള് ഞാൻ എപ്പോഴും ആലോചിക്കും. സിദ്ധി സാറിന്റെ ആണെങ്കിലും റസാഖയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആയിരിക്കും എന്നെ എന്തിനാണ് ഇവരെ വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിപ്പിച്ചത്. ഞാൻ ജയിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് നിനക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടും, ബെസ്റ്റ് വില്ലൻ നല്ല വില്ലത്രൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു അതാണ് നല്ലത്, അങ്ങനെ ചെയ്യാൻ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം പോലെ. പക്ഷെ എനിക്ക് അതില് ലീഡ് ക്യാരക്ടർ തന്നെ എൻ്റെ ഒപ്പം നടന്നവരാണ് സിദ്ധി സാറും പ്രസാദ്. അതിൻ്റെ ഇടയിൽ സബൂറൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെനിക്ക് വളരെയധികം എന്താ പറയാ, കാരണം ഞാൻ സൂബ്രാൻഡിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോകുന്നത്, സാറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ്. സൂബ്രാൻഡിയാണ് ആ നമ്പർ തരുന്നത്. താങ്ക് യു.